ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 12 മുതൽ ഏപ്രിൽ 18 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദോഷ പരിഹാരമായിട്ട് വളരെ ലളിതമായിട്ടുള്ള പ്രാർത്ഥനാക്രമങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രാചാരങ്ങൾ പാലിക്കാതെ ക്ഷേത്രത്തിലെ ദർശനം നടത്തുക, കഴിയുമെങ്കിൽ അവിടെ എന്തെങ്കിലും സമർപ്പിക്കുക, പുഷ്പങ്ങളോ എന്തെങ്കിലും സമർപ്പിക്കുക, ചെറിയ വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത വഴിപാടുകൾ കഴിപ്പിക്കുക. നാമജപമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സമർപ്പണ മനോഭാവത്തോടെ ജപിച്ചോളൂ, ഫലസിദ്ധി ഉണ്ടാകും. അനുഭവസ്ഥരോട് ചോദിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുഭവസ്ഥർ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടിയവരോടാണ് ചോദിക്കേണ്ടത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു എക്സാമിൽ വിജയിച്ച കുട്ടിയോടാണ് നമ്മൾ അഭിപ്രായം ചോദിക്കാറുള്ളത്. അതായത് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് ഫലസിദ്ധി കിട്ടിയിട്ടുള്ളവരോട് നമ്മൾ അന്വേഷിക്കുക. എത്രത്തോളം അത് ഫലവത്തായിരുന്നു, എങ്ങനെ സമർപ്പണത്തോടു കൂടി ജപിച്ചോ എന്നുള്ള വിവരങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിയുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ പലതും വരും എന്നുള്ളതാണ്. പൊതുവെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുൻപ് ഇവിടെ സൂചിപ്പിച്ചു, മനസ്സിന് ചില ടെൻഷൻസ് ഉണ്ട്. നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് വൈകാരികമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇറിറ്റബിലിറ്റിയൊക്കെ വന്നു ചേരും എന്നുള്ളതാണ്. മനസ്സിൽ പെട്ടെന്ന് ആൾക്കാരോട് കലഹിക്കാനും ദേഷ്യവും ഒക്കെ വരും. തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നുള്ള സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇത് ഓഫീസിലും ആവർത്തിക്കാം എന്നുള്ളതാണ്. ഓഫീസിലാകെ ഒരു ടെൻഷൻ, അതായത് ഈ ഒരു ഇൻസെക്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ജോബിലൊരു ഇൻസെക്യൂരിറ്റി. അങ്ങോട്ട് തുടരുമോ, ഈ ജോലി തുടരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, അത് ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. സാമ്പത്തികമായിട്ടൊക്കെ മെച്ചമാകും. ഈ മാസം തന്നെ അധിക വരുമാനം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇൻക്രിമെൻറ്റോ സാലറി അറിയേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനും അതിലൂടെ നമുക്ക് ആഡംബരങ്ങൾക്കായി ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയും ഒക്കെ വന്നു ചേരും. അതിലൊന്നും സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വാരമാണെന്ന് പറയും. എന്നാലും ജാതകപ്പൊരുത്തമൊക്കെ നോക്കി മാത്രമേ വിവാഹം നടത്തുവാൻ പാടുള്ളൂ. പിന്നെ സൗഹൃദം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ച മാത്രമല്ല, ഏഴര ശനിക്കാലം എന്ന് പറയും. അപ്പോൾ വിദ്യാർത്ഥികളെ സൗഹൃദം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവരായാലും നമുക്ക് നമ്മുടെ ഒരു വാല്യൂ ആയിട്ട്, മൂല്യങ്ങളുമായിട്ട് ചേരുന്നവരുമായിട്ടുള്ള സൗഹൃദം മാത്രം തുടരുക. നമ്മുടെ സ്വഭാവത്തിലൊക്കെ കാര്യമായിട്ട് വ്യതിയാനങ്ങൾ വരുവാൻ, അത് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള കാലമായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് നീങ്ങുവാനും മനസ്സിന് സമാധാനം ലഭിക്കുവാനുമായി ഗുരുവായൂരപ്പ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി വളരെ നല്ലതാണ്. നാരായണീയം ദിവസവും പാരായണം ചെയ്തോളൂ. സ്വയം നിയന്ത്രണം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായി മെച്ചമാകുന്നതിൻ്റെ സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലി അല്ലെങ്കിൽ വരുമാന മാർഗം തന്നെ വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കാം. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന വാരമാണ് എന്നുള്ളതാണ്. അത് പുതിയ വാഹനം മോടി പിടിപ്പിക്കുക, ഗൃഹത്തിന് റിപ്പയർ വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് റിപ്പയർ വർക്ക് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ്, നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ്. പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സൊക്കെ വാങ്ങുക, മൊബൈൽ, വാച്ചസ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ 2 വീലറോ 4 വീലറോ ഒക്കെ വാങ്ങാനുള്ള താല്പര്യം. വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീട് പണിക്കുള്ള ഭാഗ്യമോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള യോഗവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയും. വിവാഹ കാര്യങ്ങൾക്ക് ഇതാണ് നല്ലൊരു സമയം. യോജിച്ച വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ആലോചനകൾ വരും. വിവാഹപ്രായം എത്തിയവർ, അതായത് ചേരുന്ന വിവാഹം വരണമല്ലോ. ഇപ്പോൾ ചിലർക്ക് ധാരാളം വിവാഹാലോചനകൾ വരും, പക്ഷെ പൊരുത്തം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് കൺസിഡറേഷൻസ് ശരിയായിട്ട് വരില്ല. അപ്പോൾ ഈ സമയത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ യോജിച്ച വിവാഹാലോചനകൾ വരുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം ഈ സമയത്ത്. പുതിയ ബിസിനസ്സൊക്കെ വരാം എന്ന് മാത്രമല്ല, ബിസിനസ് ആരംഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട.
മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. സന്തോഷകരമൊക്കെ ആയിരിക്കും പൊതുവെ ഒഫീഷ്യൽ കാര്യങ്ങൾ. എന്നാലും നമ്മൾ സംസാരം ഒന്ന് നിയന്ത്രിച്ചോളൂ. അതായത് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണം, വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ ആ നിയന്ത്രണം ആവശ്യമുള്ളൂ. കാരണം മറ്റ് ടെൻഷൻസ് ഗൃഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. ഓഫീസിൽ പക്ഷേ പൊതുവെ നല്ല കാര്യങ്ങളാണ് കാണുന്നത്. നല്ല കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടൽ ഓഫീസിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് ക്യാഷ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പ്ലാനിങ്ങിലുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും. എന്നാൽ വൈകാരികമായിട്ടുള്ളൊരു പ്ലെയിനിലാണ് ഇവിടെ സൂചിപ്പിച്ച കുറച്ചൊരു ടെൻഷൻ ഉണ്ടാവും. ആരോടൊന്നില്ലാണ്ട് തന്നെ മനസ്സിനൊരു ടെൻഷൻ വരും, ഉറക്കക്കുറവ് വരാം. അതുമാത്രമല്ല പകൽ ശരീരത്തിന് ക്ഷീണം വരെ, എത്ര ഉറങ്ങിയാലും അതൊന്നും തൃപ്തി ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും പിന്നീട് ഒരു ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠനത്തിൽ താല്പര്യം കുറയാം, കൂട്ടുകെട്ട് ശ്രദ്ധിക്കേണ്ട കാലവുമാണ്. ഹൈ സ്പീഡ് ഡ്രൈവിങ്, റൈഡിങ് ഒക്കെ ഒഴിവാക്കേണ്ട ഒരു കാലമാണെന്നും പ്രത്യേകിച്ചറിയാം. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം എന്നുള്ളതുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. മാറ്റങ്ങളുടെ ഒരു കാലം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മാറ്റങ്ങളുടെ കാലം തന്നെയാണ്. പല ജോലിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. സിനിമ, TV അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു എൻട്രി കിട്ടാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. സാഹിത്യകാരന്മാർക്കും അങ്ങനെ തന്നെയാണ് ഉയർച്ചയുടെ ഒരു കാലം. കാരണം ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ചിട്ടിയോ ഒക്കെ പെട്ടെന്ന് കിട്ടാനോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കോസ്റ്റ്ലി പ്രസൻസൊക്കെ വന്നു ചേരാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് പെട്ടെന്ന് ഉയരാനോ ഒക്കെയുള്ള ഭാഗ്യം വരും. ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരുപക്ഷെ പരിചയക്കാരൻ തന്നെ ആകണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ക്യാൻ ലിഫ്റ്റ് യു എന്നുള്ളതാണ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. ബിസിനസ് പീപ്പിളിന് അവരുടെ കോൺടാക്ട്സ് കൊണ്ടുള്ള റൈസ് വരും. ചിലപ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹാലോചന വരാനോ, ആരുടെയെങ്കിലും ഒരു ഇൻട്രഡക്ഷൻ കൊണ്ട് വിവാഹ നിശ്ചയത്തിലേക്ക് അതെത്താനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. വിദേശ ജോലിക്കോ വിദേശ യാത്രയ്ക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ചകളിൽ ദുർഗാദേവിയെ വണങ്ങുക. ശ്രീ ദുർഗാ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. പൊതുവെ യാത്രകളൊന്ന് ശ്രദ്ധിക്കണം. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും വേണ്ട എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളൊക്കെ വരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ദൈവാധീനം കൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടാക്കാതെ പോകും എന്നുള്ളൊരു ആശ്വാസം ഈ വാരം കാണുന്നുണ്ട്. ഇപ്പോൾ ഓഫീസിൽ തന്നെ എന്തോ ഒരു അവസ്ഥ, അത് എനിക്ക് ദോഷകരമായിട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ഭയന്നിരുന്നത് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ അതിൻ്റെ ടെൻഷൻസും ചെറിയ പ്രയാസങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ഓഫീസിൽ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. അതിപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിച്ചാലും കീപ്പ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ നമ്മൾ പറയാറുണ്ടല്ലോ. വലിയ മറുപടി ഒന്നും കൊടുക്കാതെ ഒരു പുഞ്ചിരിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നയവും തന്ത്രവും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഇടപെടലായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച്. ജോലി മാറാൻ പറ്റിയ സമയമേ അല്ല. അവിടെ ഒരു ഓഫീസിലൊരു അറ്റ്മോസ്ഫിയർ കാരണം നമുക്ക് ജോലി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പാടില്ല കേട്ടോ. ഇപ്പോൾ ജോലി മാറിയാൽ ഒരു പക്ഷേ പുതിയ ജോലി സ്ഥലത്തുള്ള ജോലിക്ക് സ്ഥിരത വേണമെന്നില്ല. അവിടെ അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻസ് വ്യത്യസ്തമായിരിക്കും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ അതുകൊണ്ട് പിന്നീട് വരാനും സാധ്യതയുണ്ട്. വാഹനത്തിനും ഗൃഹത്തിനും റിപ്പയർ വർക്കും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ്, അതുകൊണ്ടുള്ള ടെൻഷനും, പിന്നെ ആൾക്കാരുടെ അഭിപ്രായം നമുക്കെതിരെ
നമുക്കെതിരായിട്ട് തിരിയുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിന് പ്രയാസം, വളരെ വേണ്ടപ്പെട്ടവർ നമ്മളോട് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ സംസാരിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും ഇതുപോലെ അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ മാറ്റേഴ്സിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനം എന്നറിയാം. സ്കിൻ ട്രബിൾസൊക്കെ വരാം, ഇഞ്ചുറി പ്രോൺ, ചെറിയ മുറിവ് പ്രയാസങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള കാലമാണ്. മനസ്സ് നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പൊതുസ്ഥലങ്ങളിൽ വെച്ച് അഭിപ്രായം പറയുക അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. രാഹുപ്രീതിയും സർപ്പപ്രീതിയും അത്യാവശ്യം വരുത്തിക്കൊള്ളൂ. ശ്രീ രാഹു അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുക. അടുത്ത നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി നാഗരെ വണങ്ങുക. ഈ കാര്യങ്ങൾ മുടക്കമില്ലാതെ ചെയ്തോളൂ. ഒരു പ്രയാസവും ഉണ്ടാവില്ല. സന്തോഷമായിട്ട് ഈ വാരം മുന്നോട്ട്. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. സ്കൂൾ കോളേജ് അവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വരാം, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, വാല്യൂ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള കൂട്ടുകാരെ മാത്രം സ്വീകരിക്കേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾ. അവരുടെ സൗഹൃദങ്ങളിൽ മാതാപിതാക്കളുടെ ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം, മാതാപിതാക്കളുടെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഈ കൺട്രോൾ എന്നൊന്നും പറയാൻ പാടില്ല, ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികളുടെ സ്വന്തം സന്തതിയുടെ മൂവ്മെൻറ്റ്സ്. ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ തൽക്കാലം തീരുമാനം വേണ്ട. വിവാഹ യോഗമുണ്ടെങ്കിലും അതിന് പറ്റിയ സമയമല്ല. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം എന്നുള്ളതാണ്. അതുപോലെ ഗൃഹത്തിലും എല്ലാത്തിലും ഒരു സംയമനം പാലിച്ച് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വികാര വിക്ഷോഭങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ ഈ വാരം പ്രയാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാം. അധിക പണച്ചെലവ് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. പൊതുവെയുള്ള ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട് ബുധനാഴ്ച വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. നാരായണീയ പാരായണം കൂടിയുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കോളും. സന്തോഷമായിട്ടിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി അല്പം ഒന്ന് മെച്ചപ്പെടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണത്തിന് പഴയ കടം ലോണൊക്കെ ഉള്ളവർ അത് ഇങ്ങനെ റീപേയ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും കുറച്ച് പണമൊക്കെ വന്ന് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഈ ലോണും കടവും ഒക്കെ അല്പം ഒന്ന് കുറയ്ക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങും എന്നാണ് കാണുന്നത്. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ല. വിവാഹാലോചനകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ നിശ്ചയമോ വിവാഹം തന്നെയും നടക്കാനുള്ള യോഗമുണ്ട്. ബിസിനസ്സൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരുന്ന ബിസിനസ് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലാകാനുള്ള യോഗമുണ്ട്. എന്നാൽ ചിലർ ഈ രാശിയിൽ ജനിച്ചവരിൽ പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാർ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കാരണം അവരുടെ തീരുമാനങ്ങളിൽ ചില വൈകാരിക പ്രയാസങ്ങളുള്ള സമയമായതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിയാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ ദൂരയാത്ര, ഉല്ലാസയാത്ര ഇവയ്ക്കുള്ള ഭാഗ്യമോ ഒക്കെ ഈ വാരം കാണുന്നുണ്ട്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ലൈക്ക് ഇലക്ട്രിക്കൽ ഐറ്റംസും ഹോം അപ്ലയൻസസും ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും ശ്രീ മഹാലക്ഷ്മി അഷ്ടോത്തരം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. പൊതുവെ ഈ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുക, പെട്ടെന്ന് ഒരു കാരണവും വേണ്ട ഒരു ഭയം വരിക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ഭയം, അല്ല എന്തെങ്കിലും എൻ്റെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള അകാരണമായിട്ടുള്ള ഭയം. ഇത് പ്രായഭേദമന്യേ വരാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 36 വയസ്സ് 3-ാം വ്യാഴവട്ടം കഴിഞ്ഞവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. 36 വയസ്സ് കഴിഞ്ഞവർക്കായിരിക്കും ഇത് പ്രകടമായി അനുഭവപ്പെടുക. പിന്നെ അക്കാഡമിക്സിൽ ഒരു ചെറിയ ഡൾനെസ് വരെ, ഇതൊക്കെ എന്നെക്കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. പഠിച്ചു തീർക്കാൻ കഴിയും. ആത്മാർത്ഥമായിട്ട് സമർപ്പണത്തോടുകൂടി മുന്നോട്ട് പൊയ്ക്കൊള്ളുക. ചെറിയൊരു വരുമാന മാർഗത്തിനുള്ള സാധ്യത ഈ വാരം കാണുന്നുവെങ്കിലും ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അത് പോകാനുള്ള സാധ്യത കുറവാണ്. പ്രൊമോഷൻ അല്ലെങ്കിൽ സാലറി ഹൈക്ക് ചെറുതായി
ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വരാത്തത് കൊണ്ട് വിഷമം തോന്നും. പ്രത്യേകിച്ച് MNCസിലും ടോപ്പ് കമ്പനീസിലും ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ അനുഭവേദ്യമാകുക. പിന്നെ ആരോപണമൊക്കെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഡെലിഗേറ്റഡ് പവേഴ്സൊക്കെ ഓഫീസിലൊക്കെ ചില കാര്യങ്ങൾ ഇന്ന ആളോട് ചെയ്തോളൂ കേട്ടോ, അത് പരിശോധിക്കണം ശരിക്കും. ഇല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ആരോപണങ്ങൾ വരാൻ, ആരോപണ വിധേയനാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ കുട്ടികളോട്, മക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും ഒരു സ്വയം നിയന്ത്രണമൊക്കെ അത്യാവശ്യം വേണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് ഭദ്ര ദുർഗാ ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ജാതകം, പാപജാതകമൊക്കെ ഉള്ളവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് പൊരുത്തം, പാപസാമ്യമൊക്കെ ഉള്ള ജാതകം തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലി, പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് പ്രൊമോഷൻ സാധ്യത, അപ്പോൾ അങ്ങനെയുള്ള അനുകൂല ഭാവങ്ങൾ കാണുന്നുണ്ട്. പുതിയ ഡ്രസ് മെറ്റീരിയൽസൊക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്. പൊതുവെ ഒരു കുറച്ച് ക്യാഷ് കയ്യിൽ വന്ന് ചേരാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുന്നൊരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. എന്നാൽ പൊതുവെ ഈ ശനി അത്ര അനുകൂല സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പണം അതുവഴിക്ക് അങ്ങ് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ജോലി സ്ഥലത്തുമൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. വ്യാഴപ്രീതി വരുത്തിക്കോളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. വ്യാഴാഴ്ച വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കോപസ്വഭാവം ഏറിയിരിക്കും എന്നുള്ളതാണ്. പൊതുവെ ഇമ്പൾസീവായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് പലരും എതിരാകാം. ഓഫീസിൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രയാസം, ജോലി മാറാനുള്ളൊരു താല്പര്യമൊക്കെ വരാം. ജോലി മാറാൻ പറ്റിയൊരു സമയമല്ല, മെച്ചമായിട്ടുള്ളൊരു സമയം വരുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിലും ഒക്കെ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പ്രണയം, ഇഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള വിവാഹം വന്നു ചേരാനുള്ള ഭാഗ്യവുമുണ്ട് എന്നുള്ള കാര്യം അറിയുക. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്തും ദൂരദേശത്തും ഒക്കെ ജോലി, ഇവയ്ക്കുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പൊരുത്തമില്ലാതെ കുറേ കാലമായിട്ട് വിഷമിച്ചവർക്കൊക്കെ പൊരുത്തമുള്ള വിവാഹാലോചനകൾക്കുള്ള സാധ്യതയും ഏറെ. പക്ഷേ അവർക്ക് നല്ല കാലം വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു വിവാഹ കാര്യങ്ങളിൽ അനുകൂല സൂചനകൾ തുടങ്ങുന്നതായി അനുഭവപ്പെടും. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങണം, സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഉണ്ടായിരുന്ന ടെൻഷൻ, അൺസർട്ടനിറ്റിയൊക്കെ ഒന്ന് കുറയുന്ന വാരമാണ്. പൊതുവെ ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്കുണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഏഴരശനിക്കാലമൊക്കെ ആയതുകൊണ്ട് വളരെയധികം ആശ്വാസം ജോലി സ്ഥലത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലും വന്നാലും അതങ്ങോട്ട് പൂർണ്ണമായിട്ട് അനുഭവവേദ്യമാകില്ല. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് മെൻ്റൽ ടെൻഷൻ അനുഭവിച്ച ആളായതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു കുത്തുമതി, ചെറിയൊരു കുത്തുമതി നമുക്ക് മനസ്സിൽ വിഷമവും ടെൻഷനും വരാനായിട്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ പിതൃസ്ഥാനീയർക്ക്, അതായത് അച്ഛൻ്റെ ബന്ധുക്കൾക്ക് അത്ര ഒരു നല്ല സമയമല്ല എന്നറിയാം. പിന്നെ ചില ലീഗൽ മാറ്റേഴ്സൊക്കെ വരാം. നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളിൽ ചെന്നുപെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ഫാമിലിയിലും ചെറിയ ഈ പാർട്ടിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും അകൽച്ചയുമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നിയന്ത്രിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ രാത്രികാല സഞ്ചാരമൊക്കെ ഒന്ന് കുറച്ചോളുക. ഫ്രണ്ട്ഷിപ്പ് ഒരു കൺട്രോളിനകത്ത് നിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, ഫുഡ് പോയ്സണിങ്, വൈറസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കുറച്ചോളൂ. എന്തെങ്കിലും അത്ര ഹെൽത്തി അല്ലാത്ത ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതും
കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത്. കാരണം ഫിസിക്കലായിട്ട് ചെറിയ പ്രയാസങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഏറെ വരുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് നിയന്ത്രണം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ ദിവസവും വണങ്ങുക, ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. ഇത് വളരെ പ്രധാനമാണ്. നാഗപ്രീതി, രാഹുപ്രീതി ഇവ വരുത്തുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ സൂചിപ്പിച്ചതൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. ഈ തടസ്സപ്പെട്ടിരുന്ന ആ പണവും ഒക്കെ ഇങ്ങോട്ട് തടസ്സം മാറി വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വീഴ്ച, മുറിവ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ഒരു പ്രായം കടന്നവർക്ക്, അതായത് 60 വയസ്സൊക്കെ കടന്നവർക്ക് 5-ാം വ്യാഴവട്ടം എന്ന് പറയും. അത് കടന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വീഴ്ച, മുറിവ് ഇതൊക്കെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് രാത്രികാല സഞ്ചാരമൊന്നും കുറച്ചോളൂ. അഡ്വഞ്ചറസ് ട്രിപ്സും റിസ്കി റൈഡ്സും ഒന്നും വേണ്ട എന്നുള്ള കാര്യവും അറിയാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നതും വിവാഹ നിശ്ചയമൊക്കെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വിവാഹം, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ വരാം. അതിലെടുക്കുന്ന തീരുമാനങ്ങൾ അത്ര ശരിയായിക്കൊള്ളണമെന്നും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ദൂരയാത്രയ്ക്കും അലച്ചിലിനും അല്പം ധനനഷ്ടത്തിനുമൊക്കെയുള്ള സാധ്യത ഈ വാരം കാണുന്നു. പണം വരുമെങ്കിലും അത് എങ്ങനെ ചിലവായിപ്പോയി എന്ന് ആലോചിക്കുന്ന വിഷമിക്കുന്നുണ്ടാകും. പണം ധാരാളം വന്നല്ലോ, എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള തോന്നൽ ഈ വാരവും തുടരുവാനുള്ള സാധ്യതയുണ്ട്. ലക്ഷറി ഐറ്റംസിന് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേകം താല്പര്യം വരും. അതൊന്ന് നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യം എന്നറിയുക. പുതിയ ബിസിനസ് ആരംഭിക്കാനായിട്ടുള്ള താല്പര്യം, അതിന് ആവശ്യമായിട്ടുള്ള പാർട്ട്നേഴ്സൊക്കെ വരും. അതും അല്പകാലത്തേക്ക് കൂടി പോസ്റ്റ്പോൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. വ്യാഴാഴ്ച വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദൈവാധീനം വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി കത്തുകളാണ്. മെയിൽസ് ധാരാളം വന്നിട്ടുണ്ട്. ആ മെയിൽസിൽ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം. ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ സഹിതം ഈ പ്രോഗ്രാമിൽ മറുപടി നൽകുന്നതാണ്. ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിലിലേക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. കുമാരി മീനു തമ്പാൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ്. ഐ ആം 32 സ്റ്റാർ ഉത്രട്ടാതി, MBA എക്സിക്യൂട്ടീവ് MBA ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ചൊവ്വാദോഷമുണ്ടോ വിവാഹം എന്നാണെന്നുള്ളതാണ്. കുമാരി മീനു തമ്പാൻ ഉത്രട്ടാതി നക്ഷത്രം. ഇപ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് അനുയോജ്യമല്ല. 7.5 ശനിക്കാലം എന്ന് പറയും. അപ്പോൾ 7.5 ശനിക്കാലം ആകുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിൽ ഇപ്പോൾ കുറച്ച് ഏജായി. നേരത്തെ വിവാഹം നോക്കാമായിരുന്നു, ഇപ്പോൾ കുറച്ച് ഏജായി. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഈ കാരണവസ്ഥാനം സീനിയേഴ്സിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ജാതകമൊക്കെ നന്നായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. കാരണം എല്ലാ തീരുമാനങ്ങളിലും, പ്രത്യേകിച്ച് ഇമോഷൻ, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള തീരുമാനം വരുന്ന ഒരു കാലമായതുകൊണ്ടാണ് സ്വയം നിയന്ത്രണം വേണമെന്ന് ഇവിടെ പറഞ്ഞത്. വിവാഹത്തിന് പറ്റിയ സമയം വരുന്നുണ്ട്. ഈ 2026 ഓഗസ്റ്റ് മുതൽ 9 മാസത്തിനകം വിവാഹം നടക്കാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. ദിവസവും ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. മിസ്റ്റർ അനൂപ് സ്ഥാണു ശുചീന്ദ്രൻ, നക്ഷത്രം അത്തം. റെസ്റ്റോറൻറ്റ് നന്നായി പോകുന്നു. 45 ആരോപണങ്ങൾ, പോലീസ് കേസ് എക്സെട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. അനൂപ് സ്ഥാണു എന്നുള്ളതാണ് ശുചീന്ദ്രത്ത് നിന്ന്. നക്ഷത്രം അത്തമാണ്. കണ്ടകശനി കാലമാണ്. പൊതുവെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ അത്ര അങ്ങോട്ട് അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ദശാഭാരങ്ങളാണെങ്കിൽ ഒട്ടും അനുകൂലമല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ എന്ന് പറയും, കോർട്ട് കേസസ്, ആരോപണങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. നമ്മുടെ കോൺടാക്ട്സ്, സൗഹൃദങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലമാണ്. റോങ് ആയിട്ടുള്ള സൗഹൃദമൊക്കെ വരാം. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. പിന്നെ പരിഹാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ശനിയാഴ്ച വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിക്കുക. ദിവസവും ധർമ്മശാസ്ത്ര സ്തോത്രം ജപിക്കുക. ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ നീങ്ങും. നല്ലൊരു ജീവിതം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീമതി വസുന്ധര ദേവി അമ്മ, മാവേലിക്കര.
മകൾ 25 മൂലം നക്ഷത്രം, ആദ്യ വിവാഹം ഒഴിഞ്ഞു, ഇനി എന്താണ്? ജാതകത്തിൽ 7 കേതുണ്ട്. അപ്പോൾ പാപജാതകമാണ്. ഒരുപക്ഷെ പാപസാമ്യം വേണ്ട രീതിയിൽ നോക്കിയിട്ടുണ്ടാവില്ല. അതാണ് ആദ്യ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായത്. പിന്നെ വിഷമിക്കേണ്ട കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹകാലമാണ്, ഇപ്പോൾ ശ്രമിച്ചോളൂ കേട്ടോ. 11 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം നടത്തുമ്പോൾ ജാതക പൊരുത്തമൊക്കെ നന്നായിട്ടൊന്ന് നോക്കിക്കോളൂ കേട്ടോ. സന്തോഷമായിരിക്കാം. മിസ്സസ് സീനു സിംഗ് വർക്കല, മകൾ റിനി 15 വയസ്സ്, ഏത് ഫീൽഡാണ് നല്ലത്? പുണർദം, മിഥുനം രാശി. ഹ്യൂമാനിറ്റീസാണ് ഇഷ്ടം, പെർഫോമിംഗ് ആർട്സും ഇഷ്ടമാണ്. ഈ ജാതകത്തിൽ അക്കൗണ്ടിങ് നന്നായിട്ട് ചേരും അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡ്, പുണർദം നക്ഷത്രമാണ്, റിലേറ്റീവ്ലി സ്ട്രെയിറ്റ് ഫോർവേഡുമാണ് ആൾ. അപ്പോൾ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് ടാലിയൊക്കെ ചെയ്യുക, ടാലി കഴിഞ്ഞിട്ട് ഹയർ ലെവൽസിലേക്ക് പോവുക, അതിൽ പഠനം തുടരുക, അതിൽ റിസർച്ചും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് അധ്യാപിക ആകാനുള്ള ഒരു ഭാഗ്യം ജാതകത്തിലുണ്ട്. അത് വെറുതെ കളയാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സരസ്വതീ നമസ്തുഭ്യം എന്നാരംഭിക്കുന്ന മന്ത്രം ദിവസവും 5 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാം നല്ല ചിന്തകളായിരിക്കും. അതുകൊണ്ട് മുന്നോട്ട് പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സന്തോഷമായിരിക്കാം. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.